പാസ്പോർട്ട് എന്നത് കേവലം ഒരു യാത്രാരേഖ മാത്രമാണ്. അത് പൗരത്വം തെളിയിക്കുന്നതിനുള്ള അന്തിമ രേഖയല്ല. പാസ്പോർട്ട് സേവാ ദിവസിനോട് അനുബന്ധിച്ചാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനൊരു സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. അന്താരാഷ്ട്ര യാത്രകൾ സുഗമമാക്കുന്നതിന് സർക്കാർ നൽകുന്ന പ്രാഥമിക രേഖ മാത്രമാണ് പാസ്പോർട്ട്. കൂടാതെ പാസ്പോർട്ട് കൈവശം വയ്ക്കുന്ന വ്യക്തിക്ക് അതിന്മേൽ പൂർണ്ണ ഉടമസ്ഥാവകാശമില്ലെന്നും സർക്കാർ ആവശ്യപ്പെടുന്ന പക്ഷം ഇത് തിരികെ സമർപ്പിക്കാൻ കൈവശക്കാരൻ ബാധ്യസ്ഥനാണെന്നും മന്ത്രാലയം സൂചിപ്പിക്കുന്നുണ്ട്. പാസ്പോർട്ടിന്റെ പിൻഭാഗത്ത് വ്യക്തമാക്കുന്നത് പോലെ ഇത് പൂർണ്ണമായും ഇന്ത്യൻ സർക്കാരിന്റെ സ്വത്താണ്. എന്നിട്ടും അത് പൗരത്വ രേഖയല്ലെന്ന മന്ത്രാലയത്തിന്റെ നിലപാട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട്. എന്നാൽ വിവാദമായതിനെ തുടർന്ന് യാതൊരുവിധ ആശങ്കകൾക്കും സ്ഥാനമില്ലെന്നും പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ പുതിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ പിന്നീട് വ്യക്തമാക്കി. നിലവിലുള്ള പൗരത്വ നിയമപ്രകാരം ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് പൗരത്വത്തിനുള്ള യോഗ്യതകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. 1950 ജനുവരി 26-നും 1987 ജൂലൈ 1-നും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ച ഏതു വ്യക്തിയും ജനനം കൊണ്ട് ഇന്ത്യൻ പൗരനാണ്. 1987 ജൂലൈക്കു ശേഷം ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. 2004 ഡിസംബർ 3-ന് ശേഷം ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാൾ രാജ്യത്തെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരനാകാനും പാടില്ല. പക്ഷേ രാജ്യത്ത് പൗരത്വം തെളിയിക്കുന്നതിനുള്ള കൃത്യമായ രേഖ ഏതാണെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വ്യക്തിഗത തിരിച്ചറിയൽ രേഖയായ ആധാർ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയല്ലെന്ന് ഈ വർഷം ആദ്യം സുപ്രീം കോടതിയും വ്യക്തമാക്കിയിരുന്നു. സമാനമായി വോട്ടവകാശം വിനിയോഗിക്കുന്നതിനുള്ള ഒരു തിരിച്ചറിയൽ മേൽവിലാസ രേഖ മാത്രമായിട്ടാണ് വോട്ടർ ID കാർഡിനെയും കണക്കാക്കുന്നത്. ഇതും പൗരത്വ രേഖയുടെ പരിധിയിൽ വരുന്നതല്ല. അതേസമയം വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ വോട്ടർമാർക്ക് യോഗ്യത തെളിയിക്കാനുള്ള 12 പ്രധാന രേഖകളിൽ ഒന്നായി ഇന്ത്യൻ പാസ്പോർട്ട്